സിമ്പിൾ പാർട്ടി മേക്കപ്പ്. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഞാൻ ഇങ്ങോട്ട് എടുത്തു തന്നിട്ടുണ്ട്. ഫൈനൽ ലുക്ക്. ഇനി ആ ഒരു ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് വരുമ്പോഴായിരിക്കും ഇതൊരു പെർഫെക്റ്റ് ലുക്കായിട്ട് വരിക. Hey everyone, welcome back to my channel. This is Harsha Aslam here. So ഇന്ന് നമ്മളൊരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്, ഒരു സിമ്പിൾ പാർട്ടി മേക്കപ്പ് ലുക്ക്. ഇത് ഇവിടെ ശരിക്കും നമുക്ക് ഡെയിലി ബേസിസിൽ ചെയ്യാം, ബിക്കോസ് അറബ്സിൻ്റെ മേക്കപ്പ് ഭയങ്കര ഹെവി അല്ലേ, അവരെ പാർട്ടി മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവരെ ഒരു ഇതിൽ ഇതൊരു സിമ്പിൾ ഡെയിലി ലുക്കാണ്, പക്ഷെ നമുക്ക് ഒരു പാർട്ടി മേക്കപ്പ് ലുക്കാണ് ലൈക്ക് നമ്മുടെ നാട്ടിൽ. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഡു ഇറ്റ്. ഞാൻ ഇൻസ്റ്റയിൽ ഒരു 50 സെക്കൻഡ്സിൻ്റെ ഒരു റീലായിട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ചടപടേ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് പോവാണ്, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്, ഞാൻ ചെയ്യുന്ന കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ അതൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൂടെ പോകുന്നൊരു വീഡിയോ ആയിരുന്നു. ആൻഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു 50 സെക്കൻഡ്സിൽ നമുക്കെല്ലാം കൂടെ എങ്ങനെ ലൈക്ക്, അപ്പോൾ അതിങ്ങനെ ഭയങ്കര കട്ട് ചെയ്ത് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എൻ്റെ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ഓൾറെഡി ഇപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഐ വാഷ്ഡ് മൈ ഫേസ് യൂസിങ് എ ക്ലെൻസർ, ന്യൂട്രിജിനൻ്റെ ഡീപ്പ് ക്ലീൻ. അപ്പോൾ ഇത് ഇൻസ്റ്റയിൽ തന്നെ ഫസ്റ്റ് തൊട്ടിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ ആദ്യം തൊട്ടേ യൂസ് ചെയ്യുന്നതെന്നാണ്. ഞാൻ സ്കിൻ കെയറിൻ്റെ ഒരു വീഡിയോ ചെയ്തതിൽ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇതുവരെ ഇത് മാറ്റാനൊരു ഇത് തോന്നിയിട്ടില്ല. വേറെ ഒന്നും ട്രൈ ചെയ്തിട്ടുണ്ട്, ബോഡി ഷോപ്പിൻ്റെ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്കതിനേക്കാളൊക്കെ ഏറ്റവും ഒന്നും കൂടെ എൻ്റെ സ്കിന്നിന് എഫിഷ്യൻ്റ് ആയിട്ട് തോന്നിയത് ഇതാണ്. അപ്പോൾ ഇതന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഓക്കെ, ഓൾറെഡി ഞാൻ ലെൻസ് വെച്ചിട്ടുണ്ട്. ഇത് യൂണിബ്ലിങ്ക് എന്ന് പറയുന്ന ഒരു കൊറിയൻ ഓർ ചൈനീസ് ബ്രാൻഡാണ്. അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഐ ലവ് കളേർഡ് ഐസ്, സോ ഞാൻ ലെൻസ് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മോയ്സ്ചറൈസർ, ദിസ് ഇസ് ഫ്രം സെറ്റാഫിൽ. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാൻ ബാക്കിലൊരു മിറർ വെച്ചിട്ടുണ്ട്, അതിൽ നോക്കിയിട്ട് ചെയ്യായിരിക്കും ബെറ്റർ. നിങ്ങളെ നോക്കി ചെയ്താൽ ചിലപ്പോൾ കറക്റ്റ് ആവില്ല. ഒത്തിരി മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യണ്ട. ശരിക്കും മേക്കപ്പിൽ ലെസ് ഈസ് മോർ, അതാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്തു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സൺസ്ക്രീൻ. ഐ എം യൂസിങ് എക്വലോജിക്ക. കുറേ നാളായിട്ട് ഇതന്നെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ന്യൂട്രിജിനൻ്റെ സൺസ്ക്രീൻ ആയിരുന്നു. അതെനിക്കൊരു വൈറ്റ് കാസ്റ്റ് വരുന്ന പോലെ ഫീൽ ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നെയാണിത്. അപ്പോൾ കുറേ നാളായിട്ട് ഇതാണ്. അപ്പോൾ ഇത് ഇവിടെ അവൈലബിൾ അല്ല, സൗദിയിൽ ഇത് കിട്ടൂല. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോഴേ 2-3 ബോട്ടിൽസ് വാങ്ങിച്ചിട്ട് ഇങ്ങ് വരും. അപ്പോൾ ഇതിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ട്രിക്കാണ് ഇത്, 3 finger rule. This is more than enough for our face. ഇതിട്ടുമ്പേ നമുക്കൊരു ഗ്ലോ ഒക്കെ വരും കേട്ടോ. ഓൾസോ അപ്ലൈ ടു അവർ നെക്ക് ടു. ഞാൻ ഒരു കാര്യം ചെയ്യാം, മുടിയിൽ ഹെയർ ബാൻഡ് വെക്കാം, എന്നാലേ ഇത് എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി എനിക്ക് അല്ലെങ്കിൽ മുടി നിങ്ങൾ കണ്ടില്ല, ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, സോ കറക്റ്റ് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇത് ശരിക്കും കയ്യിലും എല്ലായിടത്തും സൺസ്ക്രീൻ ആക്കണം കേട്ടോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈമർ. പ്രൈമർ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് പ്രൈമർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ മേക്കപ്പ് കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കേക്കി ലുക്ക് വരുന്നുണ്ടെന്നൊക്കെ. അപ്പം അതിനൊക്കെ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ ഏറ്റവും നല്ലത് പ്രൈമർ യൂസ് ചെയ്യുന്നതാണ്. സോ ഞാൻ ഓൾസോ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മേക്കപ്പ് ട്യൂട്ടോറിയൽ ആട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സും കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. ഭയങ്കര ഹൈ റേറ്റിൻ്റെയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നൗ വി ക്യാൻ യൂസ് പ്രൈമർ. പ്രൈമറും ഞാൻ ഫോളോ ചെയ്യുന്നത് 3 finger റൂളാണ്. ബിക്കോസ് 3 ഫിംഗറിൽ കറക്റ്റ് അപ്ലൈ ചെയ്താൽ നമ്മുടെ ഫേസിൽ അത് കറക്റ്റ് ആയിരിക്കും, ഓവർ ആവില്ല. അപ്ലൈ ടു ദ നെക്ക് പാർട്ട് ഓൾസോ. ഓക്കെ, സോ ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഇതൊരു ഫൗണ്ടേഷൻ ലുക്കാണ് ഞാൻ ചെയ്യുന്നത്. നോ ഫൗണ്ടേഷൻ ലുക്കും നമുക്ക് വേണമെങ്കിൽ
ചെയ്യാം, വേറൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ ചെയ്യും. ഓക്കെ ഓക്കെ എനിക്ക് നിങ്ങൾ നോക്കി ചെയ്തിട്ട് റെഡി ആക്കിയതോ എന്നൊരു ഡൗട്ടുണ്ട്. ബട്ട് യാ ഇറ്റ്സ് ഓക്കെ. മിറർ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നിങ്ങളെ നോക്കുമ്പോൾ ശരിയാവുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ബ്ലെൻഡർ എടുക്കുന്ന. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലെൻഡർ ഞാൻ ഡ്രൈ ആയിട്ടല്ല ബ്ലെൻഡർ യൂസ് ചെയ്യാറ്. ഞാൻ കുറച്ച് ഇതൊന്ന് വെള്ളം ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ ഡാമ്പ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഞാൻ ഇങ്ങോട്ട് എടുത്തു വന്നിട്ടുണ്ട്. കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് എടുത്തു വന്നിട്ടുണ്ട്. ബിക്കോസ് ഇതിലൊരു കാണിക്കുന്നതിൽ ഇതുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ചെറുതായിരുന്നില്ല. ഇനി വെള്ളമാക്കുമ്പോൾ ഈ ബ്ലെൻഡർ കുറച്ച് വലുതാവും കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ നല്ലോണം വെള്ളം ആക്കുകയാണ്. അപ്പോൾ ഈ ബ്ലെൻഡർ അത്യാവശ്യം വലുതായി. ആൻഡ് ഒരു 3-4 സ്ക്വീസ് ചെയ്താൽ മതി. ഒന്നാമതിലുള്ള വെള്ളം കളയരുത്. അപ്പോൾ ജസ്റ്റ് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്തെടുക്കാം. ഒന്നാമത് സ്ക്വീസ് ചെയ്യരുത്, ഇത് പ്രത്യേകം ഞാൻ പറയുന്നു. ഇപ്പോൾ നമ്മുടെ ഇത് കുറച്ച് ഡാമ്പായിട്ടുണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുന്നത് മെയ്ബ്ലിൻ്റെ ഫൗണ്ടേഷനാണ്. അപ്പോൾ എൻ്റെ ഷെയ്ഡ് ഞാൻ വാങ്ങിച്ചത് 2 മിക്സ് ചെയ്യുമ്പോഴാണ് എൻ്റെ കറക്റ്റ് ഷെയ്ഡ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് മാത്രം ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ 125 മാത്രം ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെത് കുറച്ച് ഡിമ്മായ പോലെ തോന്നും. ആൻഡ് 150 മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഭയങ്കര ബ്രൈറ്റ് ആയ പോലെ തോന്നും. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊരു ഷെയ്ഡ് ഉണ്ടാക്കും. സോ കയ്യിൽ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നു. രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നതാണ്. മിക്സ് ചെയ്തിട്ട് എനിക്കിങ്ങനെ ഒരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കൈ വെച്ചിട്ട് we are going to apply this. ചില ആളുകൾ ഐസ് ചെയ്തിട്ടായിരിക്കും ഫേസ് ചെയ്യുക. പക്ഷെ ഞാൻ എല്ലാം ചെയ്തിട്ടാണ് ഐസ് ചെയ്യുന്നത്. ചില ആളുകൾ ഐസ് ആദ്യം ചെയ്യും, അല്ലെങ്കിൽ ഐസിൽ നിന്ന് വരുന്ന ഐ ഷാഡോൻ്റെ ഡസ്റ്റ് വീയും ഫൗണ്ടേഷനിലെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുത്തുമുള്ളിയെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഫേസ്. സോ ലെറ്റ്സ് ബ്ലെൻഡ് ഇറ്റ് ഔട്ട്. അപ്പോൾ നല്ലോണം ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ഇത് കുറച്ച് വെറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പം നല്ല രീതിയിൽ ബ്ലെൻഡ് ആവും. ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മറ്റേത് നമുക്കിങ്ങനെ കുറച്ച് ഡ്രൈ ആകുമ്പോൾ മൊത്തത്തിലൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. ഇതിൽ വാട്ടർ ഉള്ളതുകൊണ്ട്, ഒരു വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് നല്ല വൃത്തിയിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. പെർഫെക്റ്റ്ലി ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി കൺസീലർ ശരിക്കും ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ കളർ കറക്റ്റർ യൂസ് ചെയ്യാറില്ല. ചില ആളുകൾ കുറേ ഡോട്ട്സ്, അതുപോലെ ഡാർക്ക് സ്പോട്ട്സ്, പിമ്പിൾസിൻ്റെ മാർക്സ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതുപോലെ ഐസിൻ്റെ അണ്ടർ ഐയിലൊക്കെ ഒത്തിരി ബ്ലാക്ക് ഒക്കെ ഉള്ളവർ കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ടാണ് കൺസീലർ യൂസ് ചെയ്യുക. പക്ഷേ എനിക്ക് അത്ര തന്നെ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ കളർ കറക്റ്ററൊന്നും യൂസ് ചെയ്യാറില്ല. ഒരു നാച്ചുറൽ ലുക്ക് വരാനും അതല്ലേ ബെറ്റർ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുവരെ കളർ കറക്റ്റർ യൂസ് ചെയ്തില്ല. ഇതൊരു 5 സെക്കൻഡ്സ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും കേട്ടോ. അത് ഞാൻ പറയാൻ പറ്റുമോ, ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. ലൈക്ക് ടൈമൊക്കെ ഉണ്ട്, പതുക്കെ ചെയ്താൽ മതിയെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു 5 സെക്കൻഡ്സ് കൺസീലർ അവിടെ വെക്കും, എന്നിട്ട് ബ്ലെൻഡ് ചെയ്യും. അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇതിൽ വെള്ളം ഉള്ളതുകൊണ്ട് വൃത്തിയിൽ ബ്ലെൻഡ് ആവും ചെയ്യും. പക്ഷെ എന്നാൽ ഒരു എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് ഡാർക്ക് സർക്കിൾസ് ഒക്കെ കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതിൽ നോക്കട്ടെ, എനിക്ക് കറക്റ്റ് കാണുന്നില്ല. സോ ഐ തിങ്ക് ഇതിൽ നോക്കുന്നതായിരിക്കും ബെറ്റർ. കുറച്ചുകൂടെ ബ്ലെൻഡ് ആവാനുണ്ട്, കാരണം ആ മിറർ കിടക്കുന്നത് കുറച്ച് ദൂരെയാണ്. ഓക്കെ, സോ വി ആർ ഡൺ. കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. ബ്ലെൻഡ് കറക്റ്റ് ആയിട്ടില്ല തോന്നുന്ന പോർഷൻ. ഓക്കെ, സോ അത് കഴിഞ്ഞു.
ഇനി നമ്മൾ ചെയ്യുന്ന പോർഷൻ ഐ പോർഷനാണ്. അപ്പോൾ ഐസിൽ ഞാൻ റെവല്യൂഷൻ്റെ മേക്കപ്പ് പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചായി ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വേറൊരു പാലറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇതും ഇതിൽ ഷെയ്ഡ്സാണ് ഒന്നുകൂടെ ബെറ്റർ. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതിൽ നമുക്ക് ബ്രഷ് എടുക്കണം. ഓക്കെ, ഇതിലൊരു ഡാർക്ക് ഷെയ്ഡാണ് ഞാൻ ഇടുന്ന ഡ്രസ്സ് ഇന്ന്, അതായത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യണമല്ലോ. അപ്പോൾ അതൊരു ബ്രൗൺ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരു ബ്രൗൺ ലുക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര ഹെവി ആക്കുന്നില്ല, ഒരു സിമ്പിൾ. നിങ്ങൾക്ക് ഫസ്റ്റ് ഐസ് ചെയ്തിട്ട് ഫേസൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചൊരു ഗ്ലിറ്റർ ഷെയ്ഡും കൂടെ നമുക്ക് കൊടുക്കാം. അത് ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചൊരു സെയിം ഗ്ലിറ്റർ ആയതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് പൊടി തട്ടുന്നത് നല്ലത്. അത് അപ്പോൾ നമ്മൾ താഴെയൊന്നും ഡസ്റ്റ് വീഴൂല. ഐ മീൻ ഐ ഷാഡോൻ്റെ ഡസ്റ്റ് വരൂല. സോ ഗ്ലിറ്റർ പോർഷൻ ഞാൻ ഇവിടെ ഇച്ചിരി കൊടുക്കുന്നുള്ളൂ. ഇവിടെ ജസ്റ്റ് ചെറുതായിട്ട് കൊടുത്താൽ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും ഇതിൻ്റെ അടിഭാഗത്ത്. ഞാൻ സെയിം ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒറ്റ ബ്രഷ്. ഇത് ബ്രഷ് ഒത്തിരി ഉണ്ട്, ബ്രഷ് കുറേ ഉണ്ടാവും. ഇതൊക്കെ ബ്രഷ് ഉണ്ട് പോയി. ഇത് കുറേ ബ്രഷുകളുണ്ട്, പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് ഐ ഷാഡോക്ക് ഈ ബ്രഷ് മാത്രം. അതാണ് പവർ. അതാണ് ഗൈസ് എൻ്റെ ഒരു പവർ. അപ്പോൾ ഒരു ഗ്ലിറ്ററി എഫക്റ്റ് മേലത്തെ പോലെ തന്നെ താഴെ ഒരു കറക്റ്റ് ഒരു നാച്ചുറൽ ഫീൽ വരാൻ വേണ്ടിയിട്ട് താഴെ മേലെ ചെയ്യുന്നുണ്ട്. ഒന്നാമത് ചെയ്യണ്ട, ജസ്റ്റ് ഒരു ഷെയ്ഡ് കൊടുക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഐലൈനർ ചെയ്യാം. ഞാൻ ചിലപ്പോൾ ഐലൈനർ ചെയ്യാറുണ്ട്, ചിലപ്പോൾ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഐലൈനർ ഞാൻ ആദ്യമെല്ലാം ഫുള്ളായിട്ട് എഴുതുമായിരുന്നു. ഇപ്പം ഞാൻ മൊത്തത്തിൽ എഴുതാറില്ല. ഇപ്പം ഞാൻ ചെറിയൊരു കുഞ്ഞു വാല് മാത്രം വെക്കും. ഇങ്ങനൊരു കുഞ്ഞു വാല് മാത്രം വയ്ക്കും. ഇവിടുന്ന് ഇങ്ങനെ കുറച്ചൊന്ന് ചെറിയ രീതിയിൽ കൊണ്ടുവരാം കേട്ടോ, എന്നാലേ ഒരു വൃത്തി കിട്ടുള്ളൂ. സോ ദാ കുഞ്ഞു വാലും നമ്മൾ കണ്ണിൽ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ, അതായത് കുറേ ചെറിയ ക്ലാസ് തൊട്ടിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഐലൈനർ എഴുതുന്ന പ്രായം തൊട്ടിട്ട് ഞാൻ ഇതന്നെ യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നൊരു 8th തൊട്ടിട്ടൊക്കെ 7th ഒക്കെ തൊട്ടിട്ട് ഞാൻ ഈ ഒരു ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇതന്നെ യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി ഐബ്രോസിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പാക്കിൻ്റെ ഐബ്രോ പാലറ്റാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനൊരു ബ്രഷാണ് വരുന്നത്. അപ്പോൾ അത് എനിക്ക് കുഴപ്പമില്ലാത്ത കളറുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഞാൻ ഒന്നാകെ വരക്കൂല. ഇതിങ്ങനെ ഈ ഒരു ബ്രഷ്, ഈ ഒരു പോർഷൻ ഇല്ലേ, ഇതിൻ്റെ ഈ ഒരു പോർഷൻ, ഇത് ഞാൻ ജസ്റ്റ് ഇതിലിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കും. എന്നിട്ട് എടുക്കട്ടെ, എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കും. ഒന്നാകെ വരച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഓവർ കളറായി പോകും. അപ്പോൾ എനിക്ക് ചേരില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളെ ഐബ്രോസ് പോലെ നിങ്ങൾ ചെയ്യാം. ഞാൻ എൻ്റെ ഒരു ട്രിക്സാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പോൾ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റൊന്നുമല്ല. അപ്പോൾ പലർക്കും ഇതിൽ കുറേ തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്കും കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും. കാരണം ഞാൻ ഒത്തിരി ആളുകളിൽ നിന്ന് പഠിച്ച ആളാണ് ഞാൻ. അപ്പോൾ എന്നിൽ നിന്ന് നിങ്ങൾക്കും ചിലപ്പോൾ കുറച്ച് പഠിക്കാൻ പറ്റും. സോ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അതിങ്ങനെ അതിൻ്റെ പൊടിയെല്ലാം ഉണ്ടെങ്കിൽ അതുപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഐബ്രോസ് ത്രെഡ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഐബ്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊരു ഇതുണ്ടാവും. ഞാൻ ഇവിടെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാറാണ്. ഓൾറെഡി കുറച്ച് ഷേപ്പുള്ള ഐബ്രോസ് ആണ്. അപ്പോൾ ഞാൻ ത്രെഡ് ചെയ്യാറില്ല. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇവിടെ ഒരു കുറച്ച് കുത്തിപ്പൊന്തി നിൽക്കുന്ന ഭാഗം ഇവിടെ ഫ്രണ്ടിലാണ്. അപ്പോൾ അത് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാറാണ് ചെയ്യാറ്. ഓക്കെ,
സോ ഇത്രയും വരെ ആയിട്ടുണ്ട് നമ്മുടെ മേക്കപ്പ്. ഇനി എന്താ, ഇനി ഇതൊന്ന് ഡിഫൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുക്കാം. ഇങ്ങനെ ചെരിവൊക്കെ ഉള്ള ഒരു ബ്രഷ്, എനിക്ക് എന്തെങ്കിലും പേരൊക്കെ ഉണ്ടാവും, എനിക്കറിയില്ല. അതെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത കൺസീലർ ഇല്ലേ, ഞാൻ ഈ കൺസീലർ കേട്ടോ യൂസ് ചെയ്തത്, ഇതൊക്കെ പറയാൻ മറന്നിട്ടാ. ഒരു കൺസീലർ എടുക്കുന്നത്, അതിന് ഇച്ചിരി ഇതിലോട്ട് ആക്കാം. ഇച്ചിരി അതിലോട്ടാക്കിയിട്ട് മിറർ അതിലോട്ടാക്കിയിട്ട് നമ്മൾ ഐബ്രോസ് കുറച്ച് ഡിഫൈൻ ചെയ്യാണ്. പിന്നെ ലൈൻസ് എന്ത് ചെയ്യുക, നമ്മുടെ ഇതിനനുസരിച്ചിട്ടുള്ള ലൈന് നമ്മൾ വരച്ചു കൊടുത്തിട്ട് ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് കുഞ്ഞ് ബ്ലെൻഡർ യൂസ് ചെയ്യാം കേട്ടോ ഇത്. അപ്പം അത് ഞാനൊന്ന് വെറ്റാക്കിയിട്ടുണ്ട്. വെറ്റാക്കിയിട്ട് ഇത് ബ്ലെൻഡാക്കി കൊടുക്കാം. കുഞ്ഞ് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഡൺ. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം ബ്ലഷ്. ഇത് ലിപ്സ്റ്റിക് ഇട്ടാൽ ശരിക്കും മൊത്തത്തിലൊരു സെറ്റ് ആവും കേട്ടോ. ഇപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇടാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ആകെക്കൂടെ ഒരു ഇത് തോന്നുന്നത്. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വരുമ്പോഴേക്കും ഒന്നും കൂടി തരും. അപ്പോൾ എന്താ ബ്ലഷ് ഞാൻ യൂസ് ചെയ്യുന്നത് കെ ബ്യൂട്ടിയുടെ ബ്ലഷാണ്. അപ്പോൾ ഇത് ലിക്വിഡാണ്, പൗഡർ ബ്ലഷും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ലിക്വിഡ് ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, ഞാൻ എത്ര വെയിറ്റ് ആകെ കൂടെ കൊള്ളാക്കും ഞാൻ. ഓക്കെ ഓക്കെ, ഇവിടെ ഇച്ചിരാക്കാം, ഇവിടെ ഇച്ചിരാക്കാം. ജോക്കർ പോലെ ഉണ്ടാവും കാണാൻ, ബട്ട് വെയിറ്റ് ഗൈസ്, ഇതൊക്കെ അവസാനം കാണുമ്പോൾ നിങ്ങൾ ഞെട്ടും. അപ്പോൾ ബ്ലഷ് അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു മെത്തേഡ് ഉണ്ട്. ഇങ്ങോട്ടേക്ക് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പോർഷനിലോട്ട് നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും എന്നാണ്. കൂടിപ്പോയാ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം. ഞാൻ ലൈറ്റ്സ് ഡേ ലൈറ്റ് അല്ല, അതായത് നാച്ചുറൽ ലൈറ്റ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. കൂടിപ്പോയാ കൂടിപ്പോയിട്ടില്ലാന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. ലൈറ്റ്സിൻ്റെ പ്രശ്നം ഉണ്ടാവും. ഞാൻ റിംഗ് ലൈറ്റ് യൂസ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ നാച്ചുറൽ ലൈറ്റും റൂമിലോട്ട് തീരെ നാച്ചുറൽ ലൈറ്റ് വരുന്നില്ല. വിൻഡോ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. അപ്പോൾ നാച്ചുറൽ ലൈറ്റും ഇല്ല. അപ്പോൾ റൂമിലുള്ള ഒരു സീലിംഗ് ലൈറ്റിൽ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ലൈറ്റിംഗ് ഇഷ്യൂസ് കാരണം തോന്നിപ്പോ. അപ്പോൾ എനിവേ ഇങ്ങനെയാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യേണ്ടത്. ഇത് കുറച്ച് ഫേസ് ലിഫ്റ്റ് ചെയ്ത എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഇവിടെ മാത്രം ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഫേസ് ഇങ്ങനെ ലൈക്ക് ഫേസ് ലിഫ്റ്റ് ആയ പോലെ തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഞാൻ ഇവിടെ ആക്കിയിട്ടുണ്ടല്ലോ, മറന്ന്. അല്ല, ഞാൻ ബ്ലഷ് കുറച്ച് ഓവറായി പോയെന്ന് വിചാരിച്ചു. ബ്ലഷ് എല്ലാം കറക്റ്റാണ്. സോ ഈ ഒരു ലുക്കിലാണ് നമ്മൾ എത്തിയത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഹൈലൈറ്റർ. എൻ്റെ ഒരു ഫേവറേറ്റ് പാർട്ടാണ്. എനിക്ക് ഹൈലൈറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഹൈലൈറ്റർ നെക്സ്റ്റ് ഹൈലൈറ്റർ കെ ബ്യൂട്ടിയുടെ തന്നെ ഒരു ഹൈലൈറ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഹൈലൈറ്റർ വയ്ക്കാം. അപ്പോൾ ഹൈലൈറ്റർ ഇടുമ്പോഴും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതിൽ തട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഡസ്റ്റി ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷൻസ് ഒന്ന് ഞാൻ ഇവിടെ ഒരു ബോണില്ലേ നമുക്ക്, ആ ഒരു ബോണിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷൻ നമ്മുടെ ഈ കണ്ണിൻ്റെ ഇവിടെ ഒരു ബോൺ ഉണ്ടാവും നമുക്ക്, ആ ഒരു ബോണിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ നോസിൻ്റെ ഈ ഒരു
നോസ് ബ്രിഡ്ജിൽ ഹൈലൈറ്റ് ചെയ്യാം. ഒന്നാകെ ചെയ്യരുത്, ബിക്കോസ് ഓൾറെഡി നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ ഭയങ്കരമായിട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, ആകെ കൂടെ തിളങ്ങും ഗൈസ്, ആകെ കൂടെ നമ്മൾ തിളങ്ങും. പിന്നെ ലിപ്സിൻ്റെ ഈ ഒരു അപ്പർ പോർഷനിലും ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇവിടെയും ചെയ്യാറുണ്ട് ചിലപ്പോൾ, ഈ ഒരു കുറച്ച് ഷാർപ്പ് പോയിൻ്റ് ആണല്ലോ, അപ്പോൾ അവിടെയും ചെയ്യാറുണ്ട്. പിന്നെ ഇങ്ങനെ ബാക്കിയുള്ളത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഒരു കോലത്തിലായിട്ടുണ്ട്. ഇനി ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴാണ് മൊത്തത്തിലൊരു ലുക്ക് മാറി വരാം. സോറി, ലിപ്സ്റ്റിക്കിന് മുമ്പ് ഞാൻ ഒരു കാര്യം മറന്നു, മസ്കാര ഇട്ടില്ല ഗൈസ്. നമ്മൾ മസ്കാര അല്ലെങ്കിൽ ഐലാഷസ് വെക്കാം. ഞാൻ ചിലപ്പോൾ ഐലാഷസ് യൂസ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ കുറച്ചായിട്ട് എനിക്ക് മസ്കാര യൂസ് ചെയ്യുന്നത് ഇഷ്ടം, ബിക്കോസ് ഐലാഷസ് വെക്കുമ്പോൾ നമുക്കൊരു ഹെവി ഫീലൊക്കെ വരും. അപ്പോൾ നമ്മുടെ തന്നെ ഒരു സാധനം എൻഹാൻസ് ചെയ്യല്ലേ ഇത്. അപ്പോൾ ഇതാണ് എനിക്കൊന്നും കൂടെ ബെറ്ററായിട്ട് തോന്നിയത്. ഐലാഷ് കേൾ ചെയ്യാനുള്ള സാധനമാണ്. ശരിക്കും ഇത് ചെയ്യണമായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ മിററും പിന്നെ ഇതുമൊക്കെ കൂടെ അവിടെ മിറർ കുറച്ച് ദൂരെയാണ് ഉള്ളത്, പ്ലസ് മറ്റേ കുഞ്ഞു മിറർ എനിക്ക് പിടിക്കാനും ഇത് ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഇത് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ചെയ്താൽ ബെറ്ററാണ്. ഇത് ഐലാഷ് കേൾ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഐലാഷ് കുറച്ച് മേലോട്ടേക്ക് പൊന്തി നിൽക്കും. അപ്പോൾ വി ഗോണ അപ്ലൈ മസ്കാര. സോ മസ്കാര ഇത് റെവല്യൂഷൻ്റെ മസ്കാരയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ദിസ് വൺ റെവല്യൂഷൻ്റെ ഐ ഷാഡോ പാലറ്റൊക്കെ കുറേ റെവല്യൂഷൻ്റെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ലിപ്സ്റ്റിക്സും എല്ലാം കുറേ എൻ്റെ അടുത്ത് റെവല്യൂഷൻ്റെ സാധനങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഐലാഷസ് നല്ല ഡാർക്കായിട്ട് കൊണ്ടുവരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താഴെ ഭാഗത്തും ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, അതും ഞാൻ വിട്ടുപോയായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു കുഞ്ഞു പോയിൻ്റ് ആയിട്ടുള്ളൊരു ബ്രഷ് ഉണ്ട്, അത് വെച്ചിട്ട് ഒരു സിൽവർ ഷെയ്ഡ് ഞാൻ ഈ കണ്ണിൻ്റെ നമ്മുടെ അടിയിൽ കണ്ണ് എഴുതുമ്പോൾ ചെയ്യുന്ന പോർഷനില്ലേ അവിടെ ജസ്റ്റ് ഇതേ ഈ ഒരു ഫ്രണ്ട് കോർണറിൽ ഞാനിങ്ങനെ ഒരു ഗ്ലിറ്ററി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അത് ശരിക്കും ഞാൻ മറന്നുപോയായിരുന്നു ചെയ്യാൻ. അതും ശരിക്കും ഒരു നൈസ് ഹാക്കാണത്. ശരിക്കും അത് ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ല ഉണ്ടാവും. അത് ശരിക്കും ഒരു നൈസ് ഹാക്കാണ്. അത് നമുക്കിങ്ങനെ ഇങ്ങോട്ടേക്കൊക്കെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോർഷനിലേക്കും കുറച്ചത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇതുവരെ ആയി. ഇത് ശരിക്കും ഐസിൻ്റെ പാർട്ട് നമ്മൾ ചെയ്തപ്പോൾ കംപ്ലീറ്റ് ചെയ്യേണ്ടായിരുന്നു, പക്ഷേ ഞാൻ വിട്ടുപോയി. മസ്കാരയുടെ കാര്യം ഞാൻ മറന്നു. മസ്കാര ചെയ്തപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത്. ഈ ഒരു ഗ്ലിറ്ററി എഫക്റ്റ് കൊടുക്കുമ്പോൾ ശരിക്കും അതൊരു നല്ലൊരു ഭംഗിയുള്ള സംഭവമാണ്. ഈ നമ്മൾ ചെയ്യുന്നത് ലിപ്സ്റ്റിക്ക് ഇത് ചെയ്യും എന്നുള്ളതിൽ എനിക്കൊരു ഡൗട്ടുണ്ട്. ഔട്ട്ഫിറ്റ് ഒരു ബ്രൗൺ ടച്ച് ആയതുകൊണ്ട് നമുക്കൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലോട്ട് തന്നെ പോവാം. അപ്പോൾ ഐ തിങ്ക് നൈക്കയുടെ മദ്രാസ് കാപ്പി ചൂസ് ചെയ്യാം. അതൊന്നുകൂടെ അതിലോട്ട് സ്യൂട്ട് ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഈ ഒരു ഷെയ്ഡാണ്. മിറർ ലിപ്സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഔട്ട്ലൈൻ കറക്റ്റ് ചെയ്യുക കേട്ടോ. ഔട്ട്ലൈൻ പോലെ ഇരിക്കും നമ്മുടെ ആ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടതിൻ്റെ ഭംഗി. അപ്പോൾ ഔട്ട്ലൈൻ ഫസ്റ്റ് ഫിൽ ചെയ്തിട്ട് സെൻറ്റർ പോർഷൻ ചെയ്യാം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമുക്ക് മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാൻ നമുക്ക് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ്. നമുക്ക് ഫാൻ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ഡ്രൈ ചെയ്യാം. ആക്ച്വലി ദിസ് ഈസ് ഫോർ ക്യുക്ക് ഡ്രൈയിങ്. നിങ്ങൾ അത്ര തിരക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ സെറ്റ് ആയിക്കോളും.
പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. സോ യാ ഡൺ. അപ്പോൾ ഇത് എത്രത്തോളം ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്ന് നോക്കണമെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റായിട്ട് വരാം. സോ യാ, അപ്പോൾ ഔട്ട്ഫിറ്റ് മാറിയിട്ട് സുന്ദരിയായിട്ട് വരാം. സോ ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. ഈ ഒരു ബന്ധാന ഞാൻ അതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഗൈസ് എൻ്റെ കൂടെ വേറൊരാളും കൂടെ വന്നിട്ടുണ്ട്. ഒരു ക്യൂട്ട് ക്യാപ്പൊക്കെ ഇട്ടിട്ട്. സോയി ബി ഈസ് ഹിയർ. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഒരു റെട്രോ ഫ്രഞ്ച് സ്റ്റൈലാണ് കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിലൊരു വിൻറ്റേജ് ലുക്ക്. ആൻഡ് ഐ പെയർഡ് ഇറ്റ് വിത്ത് വൺ ബന്ധാന. ബന്ധാന നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റിനോടൊക്കെ പെർഫെക്റ്റ്ലി ബ്ലെൻഡായി പോകുന്ന ഒരു സാധനമാണ്. ആൻഡ് സ്ലീവ്സൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ലീവ്സാണ്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദിസ് ഔട്ട്ഫിറ്റ് ഈസ് ഫ്രം ഷീൻ. അപ്പോൾ ഇതിൻ്റെ കൂപ്പൺ കോഡ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, നിങ്ങൾക്ക് ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടും. ആൻഡ് യാ, സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.